ഏട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ? ഈ നിലാവ് എവിടെയേട്ടെ? അത് മോളില്. അതിപ്പോ കാണൂല, രാത്രി ആവണം. ഈ ഏട്ടൻ ഭയങ്കര തമാശക്കാരനാണല്ലോ. ഇതല്ലേ അതല്ലേ പറഞ്ഞത് മോളിലെന്ന്. ഇവിടുത്തെ ഏട്ടന്മാരൊക്കെ ഇങ്ങനെയാ. രമണേട്ട, ഗായകൻ രമണേട്ട. അയ്യോ, രമണനേട്ടനല്ല, വിദ്യാർത്ഥിയാ. കലാകാരന്മാരൊക്കെ എനിക്ക് ഏട്ടന്മാരാ. ഞാൻ ഏട്ടേന്ന് വിളിക്കൂ. ഈ ഏട്ടയുടെ പേരെന്തേട്ടെ? ഈ വായ പൊളിച്ചിരിക്കുന്ന ഏട്ടന്റെ പേരാണ് എടമുട്ടം ബാസിയേട്ട. ഈശ്വരന്മാരെ, ഭക്തിഗാന കേസിട്ടൊക്കെ ഇറക്കിയിട്ടുള്ള പരിചയപ്പെടാൻ കഴിഞ്ഞത് മുജ്ജന്മ സുഹൃതം. നമസ്കാരം. ഏട്ടയുടെ പേരെന്തേട്ടെ? ഞാൻ അയ്യപ്പൻ. അത് കലക്കി. ഏത് അയ്യപ്പൻ? തബലിസ്റ്റ് അയ്യപ്പൻ. എന്താ ചേർച്ച. ഈ ഏട്ടന്മാരൊക്കെ? ഇത് ബഷീറേട്ട, അത് രാമൻകുട്ടിയേട്ട, ഇത് ആമിനേട്ടി. കളിയാക്കണ്ട രമണേട്ടെ, ആമിന് പാടുന്ന കുട്ടിയാവൂലേ? അല്ല ചേച്ചി, സാധാരണ കലാമണ്ഡലം മുന്നിലല്ലേ വെക്കുക? കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം ഹൈദരാലി, കലാമണ്ഡലം ക്ഷേമാവതി. ഇതെന്താ പുറകില്? അവരൊക്കെ കലാമണ്ഡലത്തിന്റെ അകത്തുനിന്ന് വരുന്നവരല്ലേ ആമിന, അതുകൊണ്ട് അവര് മുന്നിൽ വെച്ചു. എന്റെ വീടിന്റെ പുറകിലാണ് കലാമണ്ഡലം, അപ്പൊ ഞാൻ പുറകിൽ വെച്ചു. എങ്ങനെയുണ്ട്? അപ്പോ ഒറിജിനൽ കലാമണ്ഡലം അല്ലേ? അത് ഏട്ട എന്റെ വിസിറ്റിംഗ് കാർഡിൽ കണ്ണു മിഴിച്ച് നോക്കാഞ്ഞിട്ടാ. അതിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, പ്രേമലത കലാമണ്ഡലം ബ്രാക്കറ്റിൽ STP. ആ, STP എന്ന് പറഞ്ഞ സ്റ്റോപ്പ്, കലാമണ്ഡലം സ്റ്റോപ്പ്. അപ്പൊ ശാസ്ത്രീയായിട്ടൊന്നു പഠിക്കാതെ പിന്നെ കുട്ടിക്കാലം മുതൽ പഠിക്കല്ലേ സെൽഫ്. എന്റെ വീടിന്റെ തൊടിയിലെ പേരുമരത്തിമ കയറിയ കലാമണ്ഡലത്തിലെ എല്ലാ ക്ലാസ്സും ശരിക്കും കാണാം. 9 ഐറ്റം ചെയ്യും. നവരസം. അത് ഭാവല്ലേ രമണേട്ടെ. 9 ഐറ്റം എന്ന് പറഞ്ഞ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഒപ്പന, തിരുവാതിരക്കളി, മാർഗംകളി, കഥകളി, മണിപ്പൂരി, രാജസ്ഥാനി. എന്റെ രാജസ്ഥാനി ഫോക്ക് ഫേമസാ. അയ്യോ, ഇവിടെ ഒപ്പന മതി. ക്ലാസിക്കൽ വേണോ സെമി ക്ലാസിക്കൽ വേണോ? ക്ലാസിക്കൽ, സെമി, ഒപ്പന. നോർമൽ. എവിടെ റിഹേഴ്സൽ ക്യാമ്പ്? എവിടെ? ഇവിടെ അടുത്തുള്ളൊരു ഹാളിൽ അറേഞ്ച് ചെയ്തിരിക്കണേ. അപ്പൊ എന്റെ അക്കാഡമീഷ്യൻ അതും സെറ്റാണ്. വീഴല്ലേ? ഈ കാണുന്ന പോലെ ഒന്നല്ല ആമിന, ഭയങ്കര ഫേമസ് ആണ് ഞാൻ നാട്ടില്. എന്നെ പോലെ 9 ഐറ്റം ചെയ്യുന്ന ഒരു നാട്ടിൽ വളരെ കുറവല്ലേ? അതാ ഡിമാൻഡ്. എന്നാലും ഞാൻ ഭയങ്കര സിമ്പിൾ അല്ലേ? അയ്യോ, ഇതാരാ അച്ഛനാ? ഇത് ഒപ്പന പഠിപ്പിക്കുന്ന ടീച്ചർ പ്രേമലത കലാമണ്ഡലം. പ്രോഗ്രാം കഴിയുന്നവരെ ടീച്ചർ ഇവിടെ താമസിക്കും. ഏട്ടയുടെ പേരെന്തേട്ടെ? പേരും അറിയില്ല. അച്ഛൻ മണിനായര്. ഷൊർണൂർ സ്റ്റേഷനിലെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലെ സസ്യഭോജനശാലയുടെ ലൈസൻസ്. ഏട്ട എന്താ പേര് പറയാത്തെ? അതിലെ പറഞ്ഞ ഹസനാരി, ഹസനാരാജി. ഞാനെന്താ കേട്ടെന്നറിയോ? അച്ഛനാരാണെന്ന്. അതെ, എനിക്കൊന്നും ഒന്നിന് പോണം. ചെറുതുരുത്തി സ്റ്റേഷനിൽ രാവിലെ പോയതാ. എവിടെ എന്റെ അക്കോമഡേഷൻ? സോറി. പ്രോഗ്രാം കഴിഞ്ഞാൽ പിറ്റേന്ന് ടീച്ചർ പൊക്കോളൂ.
പന്ത്രണ്ടത്താണിയെക്കുറിച്ച് വായിച്ചും പറഞ്ഞും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ജാതിയോ മതമോ നോക്കാതെ ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്ന നിഷ്കളങ്കരായ മനുഷ്യർ താമസിക്കുന്ന ഈ ഏറനാടൻ ഗ്രാമം നന്മയുടെ വിളനിലമാണ്. ഇവിടുത്തെ സമാധാനവും സന്തോഷവും കാത്തു സൂക്ഷിക്കാൻ രമണന്റെയും ആമിനയുടെയും ബഷീറിന്റെയും നേതൃത്വത്തിൽ പുതുതലമുറയിലെ ചെറുപ്പക്കാർ നിലാവ് എന്ന പേരിൽ ഒരു സംഗീത കൂട്ടായ്മ ഒരുക്കിയതിൽ എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നിലാവ് ഒപ്പന മാപ്പിളപ്പാട്ട് സംഘത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ ഹൃദയപൂർവ്വം അറിയിക്കുന്നു. ആ ഏട്ടി എന്ത് അസലായിട്ട് പാടണേ. ബാസിയേട്ടോ, കളിയാക്കണ്ട ടോമിനെ. ഞാൻ പറഞ്ഞത് രമണേട്ടയുടെ കാര്യം. അപ്പൊ ഞാനോ? ആമിനി നന്നായിട്ട് പാടി. പക്ഷെ രമണേട്ട എന്താ ശബ്ദം, എന്താ ഒരു ഗ്രേസ്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാട്ടോ. എന്ത് ചർച്ച? പാട്ട്. ആ കെമിസ്ട്രി ശരിക്കും വർക്കൗട്ടായി. ഇത് വൈറലാവും. എന്താ ഉമ്മറേ, നിങ്ങളെന്താ ഫോൺ എടുക്കാതെ? നിങ്ങൾ വിളിച്ചിനാ? നമ്മളറിഞ്ഞില്ല. എന്തേ? നിസ്കാരപ്പള്ളിന്റെ മുമ്പിൽ ബോംബ് പൊട്ടി. ബാമ്പാ? ആ, നിങ്ങൾ എന്താ ഈ പറയണേ? പേപ്പറിൽ അവിടെ ബോംബ് പൊട്ടി ഇവിടെ ബോംബ് കൊച്ചൊന്ന് വായിക്കുന്നല്ലാണ്ട് 12 നിൽക്കാറിനിടയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുമല്ല, പടക്കം പൊട്ടിയതാവും. പടക്കം അങ്ങനെ പൊട്ടുക? നേർച്ചപ്പെട്ടിന്റെ തറ പൊളിഞ്ഞിക്കണ്. ഇത് ബോംബ് തന്നെ. നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കണം അജനെ. ഇത് പുറത്തുനിന്ന് ആരെങ്കിലും പണിയാവും ഉമ്മറേ. 12 ആരും ഇത് ചെയ്യൂല. ഇതിന്റെ പേരിൽ മതങ്ങൾ തമ്മിൽ തല്ലുണ്ടാവരുത്. നമ്മൾ 3-4 ആള് വിചാരിച്ച നടക്കും. ഓടാമോനെ ഓടിക്കോ. അതായിരിക്കുന്നു. എലിയെ പിടിക്കാണല്ലോ. ഇവറ്റുള്ള പറമ്പിലിക്കന്നെ തുറന്നു വിട്ട വീണ്ടും പറയൽക്കന്നെ കയറി വരില്ല എന്റെ മാഷേ. നാളെയും കൂടെ വെച്ച് പിടിക്കാലോ. കൊല്ലാൻ മനസ്സ് വരുന്നില്ല. ഒരു ജീവൻ എടുക്കാൻ നമുക്ക് എന്താ അവകാശം? അല്ല, എന്താ എല്ലാരും കൂടി? ഞമ്മളെ ചങ്കരം കണ്ടത്ത് ദിവാകരന്റെ മോൻ അനൂപിനെ, മാട്ടാത്തൊടി രാജന്റെ മോൻ എന്താ അച്ചക്കന്റെ പേര്? ദിൽഷാനോജ്. എന്ത്? ദിൽഷാനോജ്. ആ, അപ്പു. ഓനെയും പോലീസ് പിടിച്ചോണ്ട് പോയി. കട്ടോനെ കണ്ടില്ലെങ്കിൽ കണ്ടോനെ പിടിക്കുക. ജാമ്യം കിട്ടാത്ത വകുപ്പാന്ന് കേൾക്കുന്ന മാഷ്. ഓരെ മോചിപ്പിക്കണം. പോലീസ് സ്റ്റേഷൻ മാർച്ച്, ധർണ, മാഷ് വരണം, പ്രസംഗിക്കണം. അതാണ്. ഞാൻ വരില്ല മാഷേ. എരുതിയിൽ എണ്ണ പകരാൻ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പഴയ പട്ടാളക്കാരൻ കൂട്ടു നിൽക്കില്ല. മാഷിനപ്പോ സ്വജന സ്നേഹമില്ല. നിങ്ങൾക്ക് അതില്ലാത്തത്. ഉണ്ടെങ്കിൽ കുളം കലങ്ങുമ്പോ മീൻ പിടിക്കാറില്ലല്ലോ. നിസ്കാരപ്പള്ളിക്ക് മുന്നിൽ ഏതോ സാമൂഹ്യ ദ്രോഹികൾ ഒരു വിത്തിട്ടു. അത് വളമിട്ട് വെള്ളമൊഴിച്ച് വളർത്തല്ലേ ജനാർദ്ദന? ഒരു കൂട്ടര് മാത്രം എന്നാര് പറഞ്ഞു? ആ KM റൈഡേഴ്സിലെ സുലൈമാൻ സാഹിബും നമ്മുടെ അസനാർ രാജുവൊക്കെ ഇപ്പൊ ഫോൺ വിളിച്ച് വെച്ചതേ ഉള്ളൂ. നമ്മൾ കുറച്ചുപേരെ ഒത്തുപിടിച്ച മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരും ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട വിധവകളും ഉണ്ടാവാതെ ഈ 12 സംരക്ഷിക്കാൻ കരണേട്ടാ. വൈകിട്ട് വീട് വിടാൻ തരാൻ കയറി ഇറങ്ങിയ ഒരു ബോധവൽക്കരണം നിങ്ങളെല്ലാരും പങ്കെടുക്കണം. മേപ്പരയ്ക്ക് തീ പിടിച്ചിരിക്കുമ്പോഴാ മാഷിന്റെ ഒരു ബോധവൽക്കരണം. അതുകൊണ്ട് വല്ല ഗുണമുണ്ടാവുന്ന മാഷ് കുറപ്പുണ്ടോ? ഉണ്ട്. തുടർന്ന് എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ ഞാനേ എന്റെ ഈ മീശ എടുക്കും. ഈ മീശ എടുക്കുന്നല്ല വലിയ കാര്യം. ജനാർദ്ദന, ഈ മീശ എടുക്കുന്നതിനേക്കാൾ എളുപ്പമാ എനിക്ക് എന്റെ ജീവൻ എടുക്കുക.